പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഹെബ്രായർ 4:12 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. റോമ 1:16 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മെ നിത്യരക്ഷയിലേക്കാണ് നയിക്കുന്നത്. വചനം സജീവമാണ്, ജീവനുള്ളതാണ്, ഊർജ്ജസ്വലമാണ്, പ്രവർത്തന നിരതമാണ്. പ്രഭാഷകൻ 42:15 കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ ഉണ്ടാകട്ടെ എന്ന പദം കൊണ്ട്, അല്ലെങ്കിൽ ആ വചനം വാക്കുകൊണ്ട് എല്ലാം സൃഷ്ടിക്കപ്പെട്ടു എന്ന് നാം കാണുന്നുണ്ട്. യേശുനാഥൻ വചനം അയച്ച് രോഗികളെ സുഖപ്പെടുത്തുകയും പിശാചു ബാധിതരെ പിശാചു ബാധയിൽ നിന്ന് ഒഴിപ്പിക്കുകയും ചെയ്യുന്നത് ബൈബിളിൽ നാം കാണുന്നുണ്ട്. കർത്താവിൻ്റെ പ്രവർത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു എന്ന് നാം കാണുന്നു. ദൈവത്തിൻ്റെ ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വചനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതാണ്. യോഹന്നാൻ 3:3 യേശു നിക്കോദേമോസിനോട് പറഞ്ഞു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. നിക്കോദേമോസ് പണ്ഡിതനായിരുന്നുവെങ്കിലും വീണ്ടും ജനനത്തെപ്പറ്റി യേശു പറഞ്ഞപ്പോൾ അവനത് മനസ്സിലായില്ല. യേശു പറഞ്ഞു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. മത്തായി 18:3 യേശു പറയുന്നുണ്ട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. എങ്ങനെയാണ് നമുക്ക് വീണ്ടും ജനനം നടക്കുന്നത്, അല്ലെങ്കിൽ വീണ്ടും ജനിക്കണം എന്ന് യേശു പറയുന്നത് എന്തിൻ്റെ അർത്ഥത്തിലാണ്? നാം വചനം കേട്ട് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറണം എന്നാണ് യേശു പറയുന്നത്. കർത്താവിൻ്റെ സ്വരം, കർത്താവിൻ്റെ വചനങ്ങൾ നമ്മെ നവീകരിക്കും. ദൈവത്തിൻ്റെ വചനങ്ങൾ ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അത് പറയുന്നവരിലും അത് കേൾക്കുന്നവരിലും മാറ്റങ്ങൾ ഉണ്ടാക്കും. പഴയ മനുഷ്യനെ നാം ഉരിഞ്ഞു മാറ്റണം. അപ്പോഴാണ് നമ്മിൽ നവീകരണം ഉണ്ടാകുന്നത്. എഫേസോസ് 4:22 തിരുവചനം പറയുന്നുണ്ട്, നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ എന്ന്. നാം ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ, അത് എളിമയോടെ നാം ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നാം നിറയുകയും പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കപ്പെടുകയും ചെയ്യും. യേശുവിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറും. അപ്പോഴാണ് നമ്മിൽ വീണ്ടും ജനനം നടക്കുന്നത്. യേശു തൻ്റെ പരസ്യ ജീവിതകാലത്ത് കൂടുതൽ സമയവും വചനം പ്രഘോഷിക്കാനാണ് ഉപയോഗിച്ചത്. അവസാനം യേശു പീഡകൾ സഹിച്ച് നമ്മുടെ പാപഭാരം മുഴുവൻ ഏറ്റെടുത്ത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ ജീവൻ ബലിയർപ്പിച്ചു. മാത്രമല്ല, ഉത്ഥാനം ചെയ്ത യേശു സ്വർഗത്തിലേക്ക് തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്കായി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യുകയാണ്. അതേസമയം തന്നെ ഇന്ന് ലോകം മുഴുവൻ വചനം പ്രസംഗിക്കപ്പെടുന്നുണ്ട്. വചനപ്രഘോഷകരുടെ സഭയിലെങ്ങും വചന പ്രഘോഷണം നടക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെ ആരെല്ലാം ദൈവത്തിൻ്റെ സ്വരം കേട്ട്
ഹൃദയം നവീകരിക്കാൻ തയ്യാറാകുന്നുവോ അവരിലെല്ലാം വീണ്ടും ജനനം നടക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ അവരെല്ലാവരും നവീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് എളിമയുടെ ശുശ്രൂഷ, സേവനത്തിൻ്റെ ശുശ്രൂഷ ചെയ്യണമെന്ന് നമുക്ക് മാതൃക നൽകി നമ്മെ പഠിപ്പിച്ചു. യേശു പറഞ്ഞു, ഞാനൊരു പുതിയ കൽപ്പന നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഇപ്പോൾ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ശുശ്രൂഷ ചെയ്തുകൊണ്ട് നാം ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നാം പുതിയ സൃഷ്ടിയായി മാറുന്നതും ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറുന്നതും. നമുക്ക് നമ്മുടെ ഹൃദയത്തെ നവീകരിക്കാം, ഒരു യേശുക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറാം. അങ്ങനെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള ഒരുക്കങ്ങൾ നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ചെയ്യാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.